ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് പകരം ബിഗ് ബോസ് കൊടുത്തത് മറ്റേ ലൈഫ് സ്റ്റോറി ടാസ്ക് ആണ്. സുരേഷ്, നോറ, അതേപോലെ റോക്കി ഇവരാണ് ലൈഫ് സ്റ്റോറി പറയേണ്ടത്. സുരേഷ് മേനോനാണ് ആദ്യമേ സ്റ്റോറി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സംസാര ശൈലിയും എല്ലാം. അദ്ദേഹം മുംബൈയിൽ ജനിച്ചു വളർന്ന മുംബൈ മലയാളിയാണ്, ചിലപ്പോൾ അതുകൊണ്ടാവാം. ഋഷി കപൂറിനെ ആദ്യമായിട്ട് കണ്ട ഓർമ്മയും ജോലിയും റിലേഷൻഷിപ്പും പിന്നെ ലാലേട്ടനുമായിട്ട് അഭിനയിച്ച ഭ്രമരം എന്ന സിനിമയെ കുറിച്ച് നോക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ കഥ. 60 ഹിന്ദി സിനിമകളിൽ 60 ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കായത്. അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു മെമ്മറീസ് സുരേഷ് പങ്കുവെച്ചു. നല്ല ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അദ്ദേഹം. അടുത്തതായിട്ട് ലൈഫ് സ്റ്റോറി പറഞ്ഞത് നോറയാണ്. മെയിൻ ആയിട്ടും ഫാമിലി പ്രോബ്ലംസ്, ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോറ പങ്കുവെച്ചത്. അടുത്തായിട്ട് പറഞ്ഞത് റോക്കിയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു റോക്കിയുടേത്. ഒരു കഥ എന്ന് പോലും പറയാൻ പറ്റില്ല. റോക്കി എത്രത്തോളം റിച്ച് ആണെന്ന് മനസ്സിലായി എന്ന് മാത്രം. റിച്ച് ആയിട്ട് ജീവിച്ചിരുന്ന സമയത്തെ കുറിച്ച് പറയുമ്പോഴും 10 പൈസ ഇല്ലാതെ ജീവിച്ചിരുന്ന സമയത്തെ കുറിച്ചും റോക്കി ഓർക്കുന്നൊക്കെയുണ്ട്. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്രയൊക്കെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മുടിയും കളർ ചെയ്ത് ഈ പുള്ളി എന്തിനാണ് ഇവിടെ വന്നത് എന്നിങ്ങനെ ഒക്കെ തോന്നി. പക്ഷെ അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, പാഷനാണ്. ഞാൻ അതിനെ മാനിക്കുന്നു. ഫെയിം കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എല്ലാവരുടെയും ആഗ്രഹമാണ് ഫേമസ് ആവുക എന്നുള്ളത്, സ്വന്തം പേര് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, നാലാൾ അറിയുക എന്നുള്ളത്. അതിന് പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല. ഫോളോ യുവർ ഡ്രീംസ് എന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് റോക്കി മെയിൻ ആയിട്ട് പുള്ളിയുടെ സ്റ്റോറിയിൽ ഒരു മോട്ടിവേഷൻ പോലെ പങ്കുവെച്ചത്. അങ്ങനെ ഈ ഒരു ടാസ്ക് അവസാനിക്കുന്നു. ഇത്രയുമായിരുന്നു നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.